പറയാനുള്ളത് നമ്മുടെ സ്വന്തം മാപ്രകൾ, അതായത് മാധ്യമ പ്രവർത്തകർ, അവരെ കുറിച്ചാണ് പറയാനുള്ളത്. വയനാട് ദുരന്തം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം എന്താണ്. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ പറയുന്നില്ല. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ അമിതമായി പണം ചിലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റായ വാർത്ത അങ്ങോട്ട് വിട്ടു. എല്ലായിടത്തും പരക്കുകയും ചെയ്തു. വെറുതെ ആണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. സത്യം എന്താണെന്ന് അറിയാതെ എന്താ പറയുക, കാളെ പെറ്റൂന്ന് കേൾക്കുമ്പോൾ അതിന് കയറെടുക്കുക. എന്നിട്ട് സകല മാധ്യമങ്ങളും ഫ്ലാഷ് ന്യൂസ്, പിണറായി വിജയന്റെ ദൂർത്ത് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടു. അത് എന്താ സംഭവം എന്നുള്ളത് ആദ്യം നമുക്ക് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. വയനാട് ദുരന്തത്തിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. ദുരന്തം നടന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഇതിന്റെ പകർപ്പ് നൽകിയിരുന്നുവെന്നും മന്ത്രിയുടെ വിശദീകരണം. അതായത് ഈ ദുരന്തം നടന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിന് ഒരു മെമ്മോറണ്ടം കേരളത്തിന്റെ ഭാഗത്തു നിന്നും നൽകി. അത് തയ്യാറാക്കിയത് ഓഗസ്റ്റ് മാസം 2ാമത്തെ ആഴ്ചയിലാണ്. അതായത് ഓഗസ്റ്റ് 17 മുൻപായാണ് ഇത് തയ്യാറാക്കിയത്. ആ ഒരു സമയത്ത് തയ്യാറാക്കിയപ്പോൾ ഇതിന്റെ എല്ലാം തന്നെ ഒരു പ്രതീക്ഷിക്കുന്ന കണക്കുകൾ എന്നുള്ള രീതിക്കാണ് അത് തയ്യാറാക്കിയത്. അത് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. അതായത് കേരളത്തിന് ലഭിക്കേണ്ട വലിയ ഒരു ഈ പുനരധിവാസ പാക്കേജിന് വേണ്ടിയുള്ള, അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതേസമയം തന്നെ ഈ ദുരന്തമുണ്ടായ സമയത്ത് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് ഈ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പ്രതീക്ഷിക്കുന്ന ചിലവുകളുടെയും അതുപോലെ തന്നെ മറ്റ് ലഭിക്കേണ്ട തുകകളുടെയും എല്ലാം തന്നെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി നൽകിയതും അതേ മെമ്മോറാണ്ടം തന്നെ ഹൈക്കോടതിയിൽ നൽകുക. അതായത് പ്രതീക്ഷിക്കുന്ന ചെലവുകൾ സർക്കാർ അഡ്വാൻസ് ചെയ്ത് സമർപ്പിച്ചു എന്നുള്ളൂ. കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ള ഒരു കണക്കാണ്, പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റ് ആണ്. അതായത് എക്സ്പെൻസ് അല്ല, ചെലവാക്കിയ എമൗണ്ട് അല്ല, എക്സ്പെൻഡിച്ചർ ആണ് കാണിച്ചിട്ടുള്ളത്. മാധ്യമങ്ങൾ എന്ത് ചെയ്തു, ഒരു ബോഡി സംസ്കരിക്കാൻ 75,000 രൂപ എന്നുള്ളത് നമ്മളങ്ങനെയല്ല. ഒരു വീട് പണിയാണെങ്കിൽ എന്താണെങ്കിലും കുറച്ച് എമൗണ്ട് കൂട്ടിങ്ങാണ്ട് നമ്മൾ പറയാം. അതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അതായത് കൂടുതൽ സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെ കൂടുതൽ എന്നുള്ള. അതായത് നമുക്ക് ആവശ്യമുള്ളത്, ഒരു ഉദാഹരണം പറയാം, എനിക്ക് ഒരു 10,000 രൂപയാണ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചിലവ് 15,000 സമർപ്പിക്കും. അപ്പോഴേ 10,000 കിട്ടുള്ളൂ. സർക്കാരിന്റെ സിസ്റ്റം അങ്ങനെയാണ്. അത് കുറെ ആയിട്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ നടക്കുന്നത്. അപ്പൊ എസ്റ്റിമേറ്റ് ഇത്ര രൂപ വരും എന്നുള്ളൊരു പ്രതീക്ഷിക്കുന്ന ചെലവ് ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടൊരു ചെലവ് നമ്മൾ കണക്കുണ്ടാക്കി ഓരോന്നിനും ഇത്ര കണക്ക് പറഞ്ഞിട്ടൊരു സാധനം സമർപ്പിച്ചു, മെമ്മോറാണ്ടം സമർപ്പിച്ചു. ഇത് കണ്ടിട്ട് ഈ സംഭവം അറിഞ്ഞപ്പോൾ എസ്റ്റിമേറ്റ് എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലും അറിയാത്ത മണ്ടന്മാരാണ് സാധനം വീട്ടാണ്. പിന്നെ അവരിത് വായിച്ചു നോക്കുന്നത്. ചിലവാക്കി എന്ന് പറയുന്ന വാക്കതില്ല. അത് പിന്നെ അവർക്ക് മനസ്സിലായി. പിന്നെ മാപ്പുറച്ചിലായി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അത് എന്ത് മാപ്പ് പറഞ്ഞത് അവിടെ എത്തിയിട്ടില്ല. സ്വരാജിന്റെ പണ്ടത്തെ ഡയലോഗ്. പക്ഷെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ സംഭവം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടപ്പോ അത് വളരെ പെട്ടെന്ന് പ്രചരിപ്പിച്ചു. ഒരുപാട് ആളുകൾക്ക് എത്തി. ഇവിടെ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടക്കം എല്ലാവരും ഇത് ചെയ്തു. പക്ഷെ ഇതിപ്പോ മാപ്പ് പറഞ്ഞത് ഇങ്ങനെ സോറിയും പറഞ്ഞവര് ഓക്കെ തെറ്റ് പറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് ആരും അറിഞ്ഞിട്ടില്ല. അതിപ്പോ ഈ LDF സർക്കാരിന്റെ ആളുകൾ മാത്രം, അതായത് സർക്കാരിനോട് ഒരു എന്താ പറയാ, ഒരു കൂറുള്ള ആളുകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിത് പറയേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങളും LDFന്റെ ആണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യാതൊരു ഇതില്ല, ആര് തെറ്റ് ചെയ്താലും പറയും. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട്. എന്റെ വ്യക്തി ജംഷീറിനെ എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. തെറ്റുകള് തെറ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മളെ വീഡിയോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആളുകൾ നല്ല ചെയ്തിട്ട് നല്ല പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആണോ LDF ആണോ? മാധ്യമങ്ങൾ അങ്ങനെ ഒരുപാട് പേരെ കള്ളന്മാരാക്കിയിട്ടുണ്ട്. ഒരുപാട് പേരെ സമൂഹത്തിന് മുമ്പിൽ എന്താ പറയുക. പണ്ട് ഒരു പ്രളയത്തിന്റെ സമയത്ത് സഖാവ് ഓമനക്കുട്ടൻ എന്ന ഒരാളുണ്ടായിരുന്നു. 70 രൂപ ഓട്ടോ ക്യാഷിന് വേണ്ടി അവിടുന്ന് എന്തോ പിരിച്ചതാണ്. എന്നിട്ട് അത് എന്ത് ചെയ്തു, അവിടെ ബക്കറ്റ് പിരിവ് നടത്തിയതുകൊണ്ട് ഇയാളുണ്ട് കേരളം മൊത്തം അലക്കി. പിന്നെ വീണ്ടും ഇതുപോലെ എന്ത് ചെയ്തു, മാപ്പ് പറഞ്ഞു. അപ്പം ഇവർ ഈ മാധ്യമങ്ങൾ ചെയ്തത് ചെറിയ കാര്യമായിട്ട് ആരും കാണാം. അത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത് എന്നുള്ളത് അതേ മാധ്യമങ്ങൾ തന്നെ, അതായത് റിപ്പോർട്ടർ TV നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അതിൻ്റെ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട്. അത് എത്രമാത്രം ഡേഞ്ചർ ആയിട്ടാണ് അത് നമ്മുടെ ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ എഫക്ട് ചെയ്തത് എന്നുള്ളത് പറയുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് കണ്ടോളാം.
കണക്കുകൾ പെരുപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കല്ലെടുത്തെറിയുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്. അതിനകത്തൊരു ശരിയില്ലായ്മയുണ്ട്, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്തൊരു കണ്ണിങ്നെസ് ഉണ്ട്, ഒരു സൂത്രശാലിയുടെ ബുദ്ധിയുണ്ട്. അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വശത്ത് പറയുന്നു എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം, നമുക്ക് പരമാവധി പിടിച്ചു വാങ്ങിക്കണം, അതിനുവേണ്ടി നമുക്ക് യോജിച്ച് നിൽക്കണം. ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഈ ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് നമ്മളുടെ ഒരു പൊതു താല്പര്യത്തിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സെൻട്രലിന് വളരെ ഈസിയായി കേട്ടോ കാര്യങ്ങൾ, വളരെ ഈസിയായി കാര്യങ്ങൾ. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇരുന്ന് വീഴ്പ്പലക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. മാധ്യമങ്ങളും ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏകപക്ഷീയമായിട്ടെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്, സ്വയം വിമർശനപരമായ അഭിപ്രായം അത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് ഇത് മാറുന്നു എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ട്. ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടും ഗുണകരമായ ചർച്ചയല്ല, കണക്കുകൾ പെരുപ്പിക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ മാർഗമില്ല. കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലും മതിയാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ സ്റ്റെപ്പ് എങ്കിലും അത് മൂപ്പര് പറഞ്ഞത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു ഐക്യമില്ലാതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് പോലും കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ട്രാറ്റജിയും ഈ പറയുന്ന സർക്കാർ പല രീതിയിൽ ഈ ചിലവൊക്കെ കാണിച്ച് അത് കുറച്ചെങ്കിലും കുറച്ച് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ ഐഡിയ ഉണ്ടാക്കിയിട്ട് ഓരോന്ന് സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കുതിരിപ്പ് കൊണ്ടുവന്നത്. അത് ഒരു ഭാഗത്ത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളൊന്ന് ഒറ്റക്കെട്ടായിട്ടിരിക്കണം, കിട്ടേണ്ടത് മുഴുവൻ വാങ്ങിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. വാങ്ങിക്കാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് കണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അത് നാട്ടിനാണെന്ന് ചിന്തിക്കുന്നില്ല. അതെല്ലാരും കണക്കാനായിട്ടോ കാര്യത്തില്. എന്തൊരവസ്ഥ. എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോന്ന് അല്ല ഞാൻ പറയണത് എന്നോട് തന്നെ പേഴ്സണലി ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതാണ്, നമുക്കറിയുന്ന ആളുകൾ പേഴ്സണലി ചോദിക്കുമല്ലോ. എനിക്കെന്നെ 3-4 ആൾക്കാരെ അയച്ചു തന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, സംസാരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇതാണ് പറഞ്ഞത്, ഇങ്ങനെ സംഭവം ഫുള്ള് കള്ളത്തരല്ലേ കാണിക്കുന്ന, മൊത്തം കള്ളത്തരം, എന്ത് കമ്മ്യൂണിസം എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു കമ്മ്യൂണിസം എന്നുള്ളതല്ല, നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവം മാറ്റി വെക്കണം. നമ്മൾ ഇവിടുത്തെ ജനങ്ങളാണ്, നമ്മൾ ഭരിക്കുന്ന ഒരു ഭരണ പാർട്ടിയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ആ ഗവൺമെൻറ്റിന് എന്ത് സംഭവിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അതിൽ എത്ര ശരിയുണ്ട് തെറ്റുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ ഈ പറഞ്ഞ പോലെ മാപ്രകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന തോന്നിവാസം കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കുറേ കാലങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അവരുടെ പൊതു താല്പര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർ വ്യൂ ഉണ്ടാകാൻ വേണ്ടി പലതും ചെയ്യും. അതിലൊരു തെറ്റായ പ്രചരണം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊരു പെട്ടെന്നാണ് സ്പ്രെഡ് ആവുന്നത്, എത്രയോ ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ശരിയായ വാർത്ത വരുന്ന സമയത്ത് ഈ പറഞ്ഞ മാപ്രകളടക്കം ക്ഷമ പറയുകയും ഇത്തരത്തിൽ ന്യൂസ് പുറത്തുവിടുകയും ചെയ്യുമ്പോൾ അത് ആരും അറിയുന്നില്ല. ഇവിടെ വേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മാധ്യമങ്ങൾ തിരുത്തിയെങ്കിൽ പോലും പല ആളുകൾ ഇതിപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തിരുത്താൻ തയ്യാറല്ല. അതല്ല ശരി. ഇവർ ആദ്യം വന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിണറായി വിജയനെ തന്തക്കും തള്ളക്കും വിളിക്കുന്ന കുറച്ച് ആളുകളെ, അത് പക്ക രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിർപ്പായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ചിന്തിക്കാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് തെറ്റ് മനസ്സിലായിട്ടും അത് തിരുത്താൻ തയ്യാറാവാത്ത ഒരു സമൂഹം, അത് വലിയ ഡേഞ്ചർ ആയിരിക്കും. തീർച്ചയായിട്ടും തെറ്റ് മനസ്സിലായിട്ടും അത് തിരുത്താനുള്ളൊരു മനസ്സ് കാണിക്കാത്തൊരു സമൂഹം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഡേഞ്ചർ. അല്ല, അങ്ങനെ ഒരു സമൂഹം ഉണ്ടായതുകൊണ്ടും അത് പ്രചരിപ്പിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും കള്ളത്തരം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ. നമ്മുടെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവാം, നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാരാവാം, അത് വേറെ ഏതെങ്കിലും പാർട്ടി ആവാം. പക്ഷെ അത് ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ നോക്കി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും നാടിൻ്റെ നന്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നാടിന് ആര് നന്മ ചെയ്യുന്നു, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഞാനും ആ നാട്ടിൽ പെട്ടതാണ്, ഞാനും അതിലൊരു ഗുണഭോക്താവാണ്. സോ എനിക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കണ്ടേ, ഒരു കോമൺ സെൻസ് ഉണ്ടാവില്ലേ. അവിടെയും രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആര് ചെയ്താലും ചൂണ്ടിക്കാണിക്കണ്ടേ. അത് നമ്മളെ വീട്ടിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുള്ളവരാണെങ്കിലും ശരി, ആരായാലും തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോഴും ഇല്ല. ഞാൻ ഇന്നതിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ബാക്കിയുള്ളവരും തെറ്റാണെന്ന് പറയാൻ പാടില്ല. അത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്തത് ഒരു അബദ്ധമാണ്, തെറ്റാണെന്നുള്ളത് പറയുമ്പോൾ അത് സമ്മതിക്കാനുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ പണ്ടുള്ളൂ. ഇപ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരുപാട് മാറിപ്പോയി. ക്ഷമ പറഞ്ഞാൽ അത് ഏറ്റവും ബെറ്റർ എന്നുള്ള അവസ്ഥ. മാധ്യമങ്ങൾക്ക് ക്ഷമ പറയാൻ നിവൃത്തിയില്ല, അത് നിവൃത്തികൾ കൊണ്ട് പറയാണ്. ഇപ്പം എന്തായാലും മാധ്യമങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് മാത്രമായിരുന്നു, പ്രതീക്ഷിക്കുന്ന തുകയായിരുന്നു. ശരിയായ കണക്ക് പുറത്ത് വിട്ടിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ശരിയായ കണക്ക് പുറത്ത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും എസ്റ്റിമേറ്റ് ആണ്. നമുക്ക് അതിനെ ചർച്ച ചെയ്യാം. ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് എന്തിനാണ് നമ്മള് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ ഇത്ര രൂപ ചെലവാക്കി എന്നില്ല, അത് പ്രതീക്ഷിക്കുന്ന തുക മാത്രമാണ്.
അതെ, അപ്പൊ അത് ദയവായിട്ട് നമ്മളെ കാണുന്ന കുറച്ച് ആളുകളെങ്കിലും ഇതിൽ മനസ്സിലാക്കുക. വന്നുകൊണ്ട് CPM സഖാക്കളാക്കാൻ നിൽക്കേണ്ട കാര്യം പറഞ്ഞതാണ്. അത് ആരും ഇതായാലും പറയും ചെയ്യും. അത് CPM ഏത് ഇവൻ പറഞ്ഞാലും പറയും. അതിനുള്ള അവകാശമൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ട്, ഇന്ത്യൻ പീപ്പിളിനുണ്ട്. അതിൽ പെട്ട ആൾ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് അമ്മാരി ഇതായിട്ടാരും വരരുത്.